എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. അടുത്തിടെയാണ് ഭൂമിയിലേക്ക് സൗരക്കാറ്റ് വീശിയടിച്ചത്. ഒരു പതിറ്റാണ്ടിനെ വീശിയടിച്ച ഏറ്റവും ശക്തമായ സൗരക്കാറ്റിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിൽ ആയത് മൊബൈൽ ഫോണുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിച്ചു. ചില ഉപഗ്രഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. വളരെ ശക്തമായ സൗരക്കാറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഗവേഷകർ. നിരന്തരം ഇവർ കാറ്റിൻ്റെ സഞ്ചാരഗതി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ വിചാരിച്ചത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ആയിരുന്നു കാറ്റിൻ്റെ കടന്നുപോക്ക്. ഇതോടെ ഗവേഷകർക്ക് ആശ്വാസവുമായി. എന്നാൽ സമാന സാഹചര്യം ആവർത്തിക്കുന്നുവെന്നാണ് ഗവേഷകർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. സൗരക്കാറ്റല്ല, മറിച്ച് ഭൗമാന്തിക കൊടുങ്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തുന്നത്. സൗരക്കാറ്റിന് സമാനമായ രീതിയിൽ സൂര്യനിൽ നിന്നുള്ള പുറത്തുള്ള ജ്വാല ആണ് ഭൗമാന്തരിക കൊടുങ്കാറ്റിനും കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയാണ് ഈ പ്രതിഭാസം സൂര്യനിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഗവേഷകർ ആശങ്കയിലായതും. ഞായറാഴ്ചയോടെ ഇതിൻ്റെ തുടർച്ചയായുള്ള ഭൗമകാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീശിയടിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്.